ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുക. ഞാൻ സംസാരിക്കുന്നത് രക്ഷിതാക്കളോടാണ്, മാതാപിതാക്കളോടാണ്, അനിയനോടാണ്, ജ്യേഷ്ഠനോടാണ്. എന്നാൽ അത് മതം നോക്കാതെ മനുഷ്യനിലെ നിലക്ക് ഒരു മനുഷ്യത്വപരമായിട്ടുള്ളൊരു കാര്യം നിർവഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് എൻ്റെ മനുഷ്യ സമൂഹം എല്ലാവരും മതമേതായിരുന്നാലും മനുഷ്യ സമൂഹം വിശ്വസിക്കുന്ന വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പല വിധത്തിലാണ്. അത് തനിക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കണ്ടെത്തുക, നമുക്കൊരു മരണം വരാണ്ട് ആ മരണം വരുന്നതിന് മുമ്പായി നമ്മൾ മരണത്തിന് വേണ്ടി ഒരുങ്ങുക, മരണാനന്തര ജീവിതത്തെ കുറിച്ച് പഠിക്കുക, ഇത് മതത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. മതം പറയുന്നത് മനുഷ്യന് അല്പകാല ജീവിതം മാത്രമേ ഭൂമിയിലുള്ളൂ. അതിനുശേഷം മനുഷ്യൻ മരിക്കണം. മരിച്ചു കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും എന്ത് കിട്ടും, എന്തായിരിക്കും സംഭവിക്കുക, എന്താണ് മരണാനന്തര ജീവിതത്തിന്റെ ലക്ഷ്യം, ഇതിനെ കുറിച്ചിട്ട് പഠിക്കുന്നവരുമുണ്ട്, പഠിക്കാത്തവരുമുണ്ട്, അറിയണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, അറിയണ്ടെന്ന് ആഗ്രഹമുള്ളവരുമുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരാണ് മനുഷ്യൻ. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് മതത്തിന്റെ അതിരുവരമ്പുകൾ കടന്നുകൊണ്ട് ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾ, ചില ആളുകൾ. അത് ഏത് രൂപത്തിലാണ് ഈ സംസാരത്തിന് പൂർത്തിയാക്കേണ്ടത്, എങ്ങനെ തുടങ്ങേണ്ടതില്ലേ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ സംസാരം തുടങ്ങിയത്. നിങ്ങളത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ ഇപ്പൊ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടൊരു ഉപദേശം എന്നുള്ള നിലയ്ക്ക്, ഒരു സഹോദരന്, ഒരു മകന്, ഒരു അച്ഛൻ, വാപ്പ എന്നുള്ള ഒരു കാറ്റഗറി ഉപദേശമാണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കും മക്കളുണ്ട്, എനിക്ക് ഫാമിലി ഉണ്ട്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട്, ഫാമിലി ഉണ്ട്, കുടുംബമുണ്ട്, കൂട്ടുണ്ട്. വളരെ സുന്ദരമായിട്ട് എല്ലാവരുടെയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകാറുണ്ട്, കോളേജിലേക്ക് പോകാറുണ്ട്, കൂട്ടുകെട്ടുകളുണ്ട്, സൗഹാർദ്ദ ബന്ധങ്ങളുണ്ട്, എല്ലാമുണ്ട്, എല്ലാവരും മക്കൾക്കുണ്ട്. അപ്പം എൻ്റെ ഹിന്ദു സഹോദരിമാരും സഹോദരന്മാരും അച്ഛന്മാരും അമ്മമാരും ക്രിസ്ത്യാനികൾ, എന്താ ഞാൻ ഇങ്ങനെ മതത്തിനടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ എല്ലാവരും കൂടിയൊരു സമൂഹമാണ്, മനുഷ്യ സമൂഹമാണ് ഈ കാണുന്നതെല്ലാം. ഇതിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിം ഉണ്ട്, ക്രിസ്ത്യാനുണ്ട്, മതമുള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്, എല്ലാവരും ഉണ്ട്. മതത്തിന്റെ പ്രസക്തി ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. മരണാനന്തര ജീവിതത്തിൽ കിട്ടാൻ പോകുന്ന സുഖ സൗകര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവനാൻ മനസ്സിലാക്കിയ രീതിയിലുള്ള മതത്തിനെ പിൻപറ്റുക, ഇത് എനിക്ക് പറയാനുള്ളൂ. മുസ്ലിം എന്നുള്ള നിലക്ക് ഞാൻ പരിശുദ്ധ ഖുർആനിനെയും പ്രവാചകനെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പരിശുദ്ധ ഖുർആനിന്റെ നിർദ്ദേശപ്രകാരം മരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ജീവിതമായി നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ഇവർ കിട്ടാത്ത കാര്യങ്ങൾ മുഴുവനും നാളെ പരലോകത്ത് വെച്ച് കിട്ടും. ഈ ഭൂമിയിൽ ആഗ്രഹങ്ങൾ നടക്കൂല, ആവശ്യങ്ങൾ നടക്കുള്ളൂ. എത്ര പൈസ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും, പൈസ ഉണ്ടെങ്കിലും ആവശ്യങ്ങൾ എന്താണോ നമുക്ക് ഇന്ന് ആവശ്യം, അത് നടക്കും. ആഗ്രഹങ്ങൾ മുഴുവനും ഈ ദുനിയാവിന്ന് ആരതും നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ അറിവിലില്ല. എൻ്റെ ആഗ്രഹം സാധിച്ചു എന്നൊക്കെ പറയും. അതൊരു മിനിറ്റിനോ 2 മിനിറ്റിനോ ഒരു ദിവസത്തിനോ 2 ദിവസത്തിനോ ഒക്കെ ആയിരിക്കും ഈ ആഗ്രഹം സാധിച്ചു എന്ന് പറയാം. പക്ഷെ പരിപൂർണമായിട്ടുള്ള എല്ലാവരുടെയും ആഗ്രഹം ഈ ഭൂമിയിൽ നടക്കാറില്ല, നടന്നിട്ടില്ല. ആവശ്യങ്ങൾ പരിപൂർണമായിട്ട് നടക്കാറുണ്ട്, സമ്പത്തിന്റെ തോതനുസരിച്ച്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ ഞാൻ മനസ്സിലാക്കുകയും ഞാൻ പഠിക്കുകയും ചെയ്യുന്ന ഈ പരിശുദ്ധ ഖുർആൻ അനുസരിച്ചും പ്രവാചകൻ പറയുന്നതനുസരിച്ചും ശരിക്ക് മനസ്സിലാക്കി നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ നമുക്ക് മരണാനന്തരം നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന വിധത്തിലുള്ള സൗകര്യങ്ങളാണ് പ്രപഞ്ച സൃഷ്ടാവ് ഒരുക്കി വെച്ചിട്ടുള്ളത്. ഏതുപോലെ?
നമ്മൾ നമ്മുടെ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന സന്ദർഭത്തിൽ നമുക്ക് ഒന്നുമില്ല, ഒരു വസ്ത്രം പോലും ഇല്ലാതെയാണ് നമ്മൾ വന്നത്. അങ്ങനെ വന്ന് ഇന്നത്തെ നിലയിൽ നോക്കുകയാണ് എങ്കിൽ നമുക്ക് കാറുണ്ട്, ബംഗ്ലാവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, വീടുണ്ട്, സമ്പത്തുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. സമ്പാദിച്ചതായിട്ടും അനന്തരായിട്ട് കിട്ടിയതായിട്ടും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ഇതേ സമ്പത്തും ഇതേ സമ്പാദ്യവും നമ്മൾ ഇന്നില്ലെങ്കിൽ നാളെ ഒരു ഏവറേജ് കണക്കെടുത്താൽ ഒരു 75 വർഷം വരെയാണ് ഇന്ത്യയിലുള്ള ആളുകളുടെ മരണത്തിന്റെ വയസ്സ് കണക്കാക്കിയിട്ടുള്ളത്. ജപ്പാന് പല രാജ്യങ്ങളിലും പല കാറ്റഗറിയിലാണ് മരണത്തിന്റെ ഇത് വരുന്നത്. എങ്ങനെ ആയുസിന്റെ ദൈർഘ്യം വരുന്നത് കണക്കാക്കി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 80 വയസ്സ്, 100 വയസ്സ്, 90 വയസ്സ്. അങ്ങനെ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യയിൽ ഏകദേശം ഒരു 75 MBന്റെ ഉള്ളിലായിട്ടാണ് ഒരു മനുഷ്യന്റെ ആയുസ് കണക്കാക്കിയിട്ടുള്ളത്. പല കാരണങ്ങളുണ്ട്, അയക്കാൻ പോടില്ല. അപ്പോൾ ഇത്രയും കാലയളവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്, മരണം ഏത് സമയത്തും സംഭവിക്കാം. മരണം ഏത് സമയത്തും നമ്മളെ പിടികൂടാം. മരണം പിടികൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മരണമില്ലാത്തൊരു ലോകത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിനെക്കുറിച്ച് ചിന്തിക്കുക. എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്താണ്, മരണാനന്തരം എന്ത് സംഭവിക്കും? നമുക്ക് എന്ത് പറഞ്ഞും കഴിച്ചിലാവാം. എങ്ങനെ? അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാം, അത് വെറുതെ തെറ്റിദ്ധാരണയാണെന്ന് പറയാം, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയാം. മതത്തിൽ ഇല്ലവനും ഇല്ലാത്തവനും ആർക്കും എന്ത് വേണമെങ്കിലും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഭൂമിയിൽ ഓരോ മനുഷ്യനും ഉണ്ട്. എന്നാൽ ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരമാണ് ഈ 10-80 വർഷം. എത്ര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചാലും മനുഷ്യന്റെ ആഗ്രഹം ഈ ഭൂമിയിൽ നിന്ന് പോവാതെ ഇവിടെ തന്നെ സുഖകരമായി ജീവിക്കണമെന്നാണ്. പക്ഷെ നടക്കൂല. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ ആഗ്രഹം എന്താണ്? അങ്ങനെ നടക്കണമെന്നാണ്. നടക്കൂല. ഇത് ഒരു മനുഷ്യന്റെ നടക്കൂല. പൈസ ഉള്ളവന്റെ നടക്കൂല, പൈസ ഇല്ലാത്തവന്റെ നടക്കൂല. അങ്ങനെ പൈസ ഉണ്ടായത് കൊണ്ട് എനിക്ക് കുറച്ചു കാലം കൂടി ജീവിക്കണം, സുഖിക്കണം, ആർമാദിക്കണം. കാരണം കോടികൾ മുതലിന്റെ മുന്നിലുണ്ട്. പക്ഷെ സൗന്ദര്യം മേടിക്കാൻ പറ്റുന്നില്ല, എന്റെ ചെറുപ്പകാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല, ആരോഗ്യനില മെച്ചപ്പെടുത്താൻ പറ്റുന്നില്ല. എന്താ കാരണം? സമ്പത്ത് ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആവശ്യങ്ങൾ മാത്രമേ സമ്പത്ത് കൊണ്ട് നടക്കുള്ളൂ, ആഗ്രഹങ്ങൾ നടക്കൂല. എന്നാൽ പരിശുദ്ധ ഖുർആനും പ്രവാചകനും പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മരണാനന്തരം നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാകും, പിന്നെ നിങ്ങൾക്ക് മരണമില്ല എന്നാണ്. സുഖിക്കുകയാണ് മനുഷ്യൻ. അതിനുവേണ്ടി എന്ത് വേണം? ഇവിടെ കുറച്ച് കാര്യങ്ങൾ ത്യജിക്കണം. ഭൂമിയിൽ എന്താ ത്യജിക്കേണ്ടത്? ആവശ്യമില്ലാത്ത അനർഹമായ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാൻ പാടില്ല. മനുഷ്യന് ഉപകാരപ്പെടുന്നതും മനുഷ്യത്വപരമായിട്ട് എങ്ങനെയാണോ പ്രവാചകൻ പഠിപ്പിച്ചത്, എന്താണോ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് മനുഷ്യനായി ജീവിക്കാൻ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനാണ് പ്രവാചകന്മാർ വന്നത്. ആ പ്രവാചകന്റെ അനുയായികളാണ് മുസ്ലിം സമൂഹം, ഇസ്ലാം മതവിശ്വാസികൾ, പിന്നെ ക്രിസ്തു മതവിശ്വാസികൾ, ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള ചട്ടക്കൂടുകൾ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഇങ്ങനെയുള്ള ഈ ഭൂമിയിൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, പരലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുക, അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുക. ഇതൊരു ഭാഗം. ഇനി എനിക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് എന്നൊരു സീരിയൽ, ആ സീരിയലില് മോഹൻലാല് വന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നതായിട്ട് കേട്ടു. ഒരു പെണ്ണിനെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ, നിനക്കിത് പറ്റൂലെങ്കിൽ അവരെ നിന്റെ വീട്ടിൽ കയറ്റാൻ പറ്റൂലെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ കയറ്റുമല്ലോ. അതാരെ കുറിച്ചിട്ടാ പറഞ്ഞത്? നൂറ, അദില എന്ന് പറയുന്ന 2 പെൺകുട്ടികളെ കുറിച്ച്. അവരാരാണ്? ഇന്ന് സമൂഹത്തിന് പരിചയം എന്ന് പറഞ്ഞാൽ ആരും നടത്തി കൊടുക്കാത്ത 2 പെണ്ണുങ്ങൾ കല്യാണം കഴിച്ചു എന്ന് പറയുകയും അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയും, ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പോലും പറയാൻ പറ്റൂല. കാരണം ഭാര്യ പെണ്ണാണ്, ഭർത്താവ് ആണാണ്. അതാണ് ഭൂമിയിലെ നിയമം.
ആണ് പെണ്ണ്, അതാണ് ജോഡി. അത് സൃഷ്ടാവ് ഒരുക്കി വെച്ചതാണ് ജോഡി. എന്ത്? ആണ് പെണ്ണ്. ആണിനൊരിക്കലും പെണ്ണാകാൻ പറ്റൂല, പെണ്ണിനൊരിക്കലും ആണാകാൻ പറ്റൂല. അങ്ങനെയുള്ള ഈ ജോഡി സൃഷ്ടിച്ചു വെച്ചത് അള്ളാഹുവാണ്. നമ്മുടെ വീട്ടിൽ ആണുമുണ്ട് പെണ്ണുമുണ്ട്, അതായത് പെൺകുട്ടികളുമുണ്ട് ആൺകുട്ടികളുമുണ്ട്. ഞാൻ ഇനി നമ്മുടെ കുടുംബത്തെ കാര്യത്തിൽ വരികയാണ്. ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ ബിഗ് ബോസ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ലാഭമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, നിങ്ങൾ എന്ത് മെസ്സേജാണ് നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത് എന്ന് ചിന്തിക്കാറുണ്ടോ? ചിന്തിക്കേണ്ട സമയമായിട്ടില്ല. തീർച്ചയായും സമയമായിട്ടുണ്ട്. അതിൽ വല്ല ഉപകാരമുള്ളതുണ്ടോ? ഇല്ല. പുതപ്പിന്റെ അടിയിൽ ആണും പെണ്ണും കിടക്കണ്, മൂടിക്കിടക്കണ്, തമാശ പറയണ്, കളിക്കണ്, ചിരിക്കണ്, രസിക്കണ്, അല്ലേ? അതിൽ ഈ രണ്ട് പെണ്ണുങ്ങളും ഉണ്ട്. ഈ രണ്ട് പെണ്ണുങ്ങൾ മനുഷ്യർക്ക്, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മകളും അവളെ ഒരു സുഹൃത്ത് പെണ്ണും കല്യാണം കഴിച്ച് നിങ്ങളെ വീട്ടിക്ക് ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് ഞങ്ങൾ പിരിയാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും? അത് ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ഏതെങ്കിലും രക്ഷിതാക്കളിന് സമ്മതമുണ്ടോ? ഇനി നിങ്ങളുടെ ആൺമക്കൾ വേറെ സുഹൃത്തിനെ കൊണ്ടുപോയാണ്ട് ഞാനും ഇവനും കല്യാണം കഴിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പിരിഞ്ഞു നിൽക്കാൻ പറ്റൂല, അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ കയറിയാണ് ആണും പെണ്ണുമായിട്ട് ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അപ്പോൾ ഈ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? ഭാര്യ പെണ്ണാണ്, ഭർത്താവ് ആണാണ്. ഞങ്ങളിങ്ങനെ സ്വർഗരതിയായിട്ട് ജീവിക്കാൻ തയ്യാറാണ് എന്ന് പറയുകയാണെങ്കിൽ ഏതെങ്കിലും രക്ഷിതാക്കൾ, മാതാപിതാക്കൾ അതിന് സമ്മതിക്കും? സമ്മതിക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. സമ്മതിക്കൂല. സമൂഹത്തിന്റെ ഇടയിൽ നമുക്ക് വിലയും നിലയും ഉണ്ടാവുമോ? അത് നമ്മൾ വഷളാകുമോ? അത് ജനങ്ങൾ അംഗീകരിക്കുമോ? അംഗീകരിക്കൂല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ മക്കൾക്ക് ഒന്നും അറിയില്ല. വെള്ള കടലാസ് പോലെയാണ് മക്കൾ. അവർ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദി ആരായിരിക്കും? ഓരോ വീട്ടിലത്തെയും രക്ഷിതാക്കളായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും മക്കൾക്ക് കാണിച്ചു കൊടുക്കാതെ മക്കളെ ബോധവാന്മാരാക്കി, മാതാപിതാക്കൾക്ക് സംരക്ഷണമുള്ളവരാക്കി, കുടുംബത്തിന് സംരക്ഷണമുള്ളവരാക്കി, അവർക്ക് നല്ല ബോധനം കൊടുത്തുകൊണ്ട്, നല്ല അറിവ് കൊടുത്തുകൊണ്ട് സമൂഹത്തിനും വീട്ടിനും നാട്ടിനും ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റണം എന്ന് മാത്രം ഞാൻ പറയുന്നു. ബിഗ് ബോസത്തെ ഒരു സീനും ഞാൻ അതിൽ ഇടുന്നില്ല, ഇടാൻ പറ്റൂല. നിങ്ങൾ കാണുന്നവരാണ്. കാണണോ കാണണ്ടേ? അങ്ങനെയുള്ള കാര്യങ്ങൾ മക്കൾക്ക് ഇപ്പൊ തന്നെ പഠിപ്പിച്ചു കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് ചിന്തിക്കുക, മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. കുറച്ച് നീണ്ടുപോയിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കുക. താങ്ക് യു.